നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏപ്രിൽ 26-ന് ജനം വിധി എഴുതുകയാണ്. ഒരാഴ്ച മുൻപ് മലയാളി വാർത്തയുടെ വളരെ വിശദമായൊരു അഭിപ്രായ സർവേ ഞങ്ങളുടെ ടീം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ അവരുടെ സ്വതന്ത്രമായ വിധിയെഴുത്തിലൂടെ ഞങ്ങൾ തേടുകയുണ്ടായി. വളരെ വിശദമായ ഒരു അഭിപ്രായ സർവേയാണ് മലയാളി വാർത്ത നടത്തിയത്. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ഏകദേശം 4ഓളം ജേർണലിസ്റ്റുമാരടങ്ങിയ സംഘങ്ങൾ വോട്ടർമാരെ നേരിൽ കണ്ട് അവരിൽ നിന്ന് അഭിപ്രായ സർവേ തേടുകയായിരുന്നു. അവർ സ്വതന്ത്രമായി ഞങ്ങളുടെ ബാലറ്റ് ബോക്സിലേക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടു. ആദിത്യൻ്റെ നേതൃത്വത്തിലാണ് ഈ വിശദമായ സർവേ കേരളത്തിൽ സംഘടിപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു സർവേയുടെ ഒരു റെസ്പോൺസ്? എന്തായിരുന്നു ആദിത്യന്? വളരെ മനോഹരമായൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം ജനങ്ങൾ പലരും പല രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് നേരിട്ട് അവരുമായി ഇടപഴകാൻ സാധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരു മാറ്റം തന്നെയാണ് പൊതുവിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായി കണ്ടുപിടുത്ത ചില മുഖങ്ങളുണ്ട്, അത് മാറ്റി പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും നമ്മുടെ അഭിപ്രായ സർവേയിൽ ഇക്കാര്യം പ്രകടമാണ്. UDFന് കുത്തക മണ്ഡലം എന്നൊക്കെ പറയാവുന്ന ചില മണ്ഡലങ്ങളിൽ ജനങ്ങൾ MBA മടുത്തു എന്ന അവസ്ഥ നിങ്ങൾ നേരിട്ടറിഞ്ഞു. തീർച്ചയായും ഒരു 2 ടേം 3 ടേമായി മത്സരിക്കുന്ന സ്ഥിരമായി അവിടെ നിൽക്കുന്ന MP-മാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായിട്ടുള്ള അനുഭവം പല അതൊക്കെ നമുക്ക് വിശദമായി അതാത് മണ്ഡലങ്ങളിലേക്ക് അടക്കുമ്പോൾ ജനങ്ങളുമായി നമ്മുടെ പ്രേക്ഷകരുമായി സംവദിക്കാം. തുടക്കം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആവട്ടെ. ശശി തരൂർ തൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇക്കുറി തരൂരിന് സേഫ് മണ്ഡലമായിരിക്കുമോ? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒരു ആകാംക്ഷ. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ നമ്മുടെ അഭിപ്രായ സർവേ ആ ബോക്സ് തുറക്കുന്നത് വരെ നമുക്കും ഈ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ശശി തരൂർ ഏറെ മുന്നിട്ട് നിൽക്കുന്നു എന്ന അഭിപ്രായ സർവേ റിസൾട്ടുകളാണ്. എന്നാൽ മലയാളി വാർത്തയ്ക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് ശശി തരൂർ അത്രയേറെ മുന്നിൽ ഓടുന്നു എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. എങ്കിലും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലകളും സമഗ്രമായി പരിശോധിച്ച് അഭിപ്രായ സർവേ നടത്തിയപ്പോൾ മലയാളി വാർത്തയ്ക്ക് കിട്ടിയ ആ റിസൾട്ട് ഇങ്ങനെയാണ്. ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളത് 35% വോട്ടുകൾ. രണ്ടാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖറുണ്ട് 33%. പന്ന്യൻ രവീന്ദ്രന് 28%. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ മുന്നിലാണ് ശശി തരൂർ എന്ന അവകാശവാദമൊന്നും അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പല കാര്യങ്ങളിൽ വോട്ടർമാർക്ക് അദ്ദേഹത്തോട് ഒരു നീരസം തോന്നിയിരിക്കാം. തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഒരു വലിയ ചോദ്യം തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു തരൂർ എന്നത് തന്നെയായിരുന്നു. ശരിയാണ്. അത് പ്രകടമായൊരു മാറ്റം പറയാൻ കഴിയുന്നത് ശശി തരൂർ തിരുവനന്തപുരത്തൊന്ന് വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ വോട്ട് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഏകദേശം ഒരു 41% വോട്ട് സമാഹരിക്കാൻ തരൂരിന് സാധിച്ചിരുന്നു. പക്ഷേ ആ വോട്ടുകളൊക്കെ തന്നെ ചോർന്നു പോകുന്ന ഒരു സാധ്യതയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 99,989 വോട്ടുകളുടെ ഭൂരിപക്ഷം, 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2019 വിജയിച്ച ശശി തരൂർ ഇക്കുറി ആ ഭൂരിപക്ഷം വളരെ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ശശി തരൂർ മത്സരിച്ചത് കുമ്മനം രാജശേഖരനോടാണ്. അന്ന് ശശി തരൂരിന് ലഭിച്ചത് 4,16,131 വോട്ടുകൾ. കുമ്മനത്തിന് കിട്ടിയത് 3,16,000. അതെ. അന്ന് C. ദിവാകരനാണ് LDFന് വേണ്ടി മത്സരിച്ചത്. ദിവാകരൻ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി എന്നൊക്കെയാണെന്ന് അറിയപ്പെട്ടത്. പക്ഷെ അതിനേക്കാൾ പന്ന്യൻ രവീന്ദ്രനെ കുറച്ചുകൂടി ജനങ്ങൾ ചേർത്ത് വയ്ക്കുന്നു എന്ന റിസൾട്ടിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നു. 2,58,000 വോട്ടുകളാണെന്ന് C. ദിവാകരന് ലഭിച്ചത്. ഇക്കുറി വളരെ ചിട്ടയോടെ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്റെ പ്രചരണം നടത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിയാണ്. ശശി തരൂരിന് പക്ഷേ കോസ്റ്റൽ മേഖലയിൽ ആ വോട്ട് ഷെയർ വലിയ തോതിൽ കുറയുന്നില്ല. ശശി തരൂരിന് മുൻപ് വോട്ട് വളരെ കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിച്ചിരുന്ന ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്നു. അതെ, തീർച്ചയായും. കഴിഞ്ഞ തവണ ഏകദേശം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വോട്ട് എണ്ണി തുടങ്ങിയ സമയത്ത് തന്നെ കുമ്മനത്തിന്റെ വിജയം ഏകദേശം BJPക്കാർ ആഘോഷിച്ചതായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഒരു വലിയ അട്ടിമറി ഉണ്ടായത് തീരദേശ മേഖലയിലെ വോട്ട് തന്നെയായിരുന്നു. ഇത്തവണ തീരദേശ മേഖലയിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെയാണ് തീരദേശ മേഖലയിലെ ഒരു വികസന രേഖ എന്താണ്, എന്ത് ചെയ്യും, തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് BJP ക്യാമ്പും കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനുള്ള ഒരു വെല്ലുവിളി, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി എടുക്കാനുണ്ടായിരുന്ന ഒരു സാവകാശം അതിപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ PR വർക്കുകളിലൂടെ ഒക്കെ തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ പല ഇന്റർവ്യൂ നൽകിയും ഒക്കെ വ്യക്തിഹത്യയിലൂന്നിയുള്ള വളരെ മാരകമായ പ്രചരണങ്ങൾ ഇവിടെ നടന്നിരുന്നു. വർഗീയത ഒരു മുഖ്യ കാരണമായി തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നു. ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്നത്. എന്താവും അന്തിമവിധി എന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് ആറ്റിങ്ങലിലേക്ക് ഒന്ന് കിടക്കാം. ആറ്റിങ്ങൽ ഇക്കുറി മത്സരിക്കുന്നത് അടൂർ പ്രകാശ് UDFന് വേണ്ടി, വി ജോയിയാണ് LDF സ്ഥാനാർത്ഥി, വി മുരളീധരൻ കേന്ദ്രമന്ത്രി ഇക്കുറി ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു. 6 മാസങ്ങൾക്ക് മുൻപ് വി മുരളീധരൻ ചിട്ടയോടെ ആറ്റിങ്ങൽ മണ്ഡലം ഉറപ്പിക്കുകയും അവിടെ തൻ്റെ ഓഫീസ് ഇടുകയും ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുകയും അങ്ങനെ ആറ്റിങ്ങലിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ആറ്റിങ്ങൽ ഇക്കുറി എങ്ങനെ ചിന്തിക്കും? ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ BJPക്ക് വേണ്ടി അന്ന് സമാഹരിച്ചത് ഏകദേശം 10% കൂടുതൽ അധിക വോട്ടുകളായിരുന്നു അല്ലേ? 10.9% വോട്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് 24.69%, ഏകദേശം 15% വോട്ട് വീതം ആറ്റിങ്ങലിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. ശോഭ അന്ന് നേടിയെടുത്ത് 2,48,000 വോട്ടുകളാണ്. അതെ അതെ. കാലാകാലങ്ങളായി LDF തങ്ങളുടെ ഉള്ളം കയ്യിൽ വെക്കുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങൽ, പഴയ വർക്കല, അത് LDFന്റെ കുത്തക സീറ്റ് എന്നൊക്കെ അവർ അവകാശപ്പെട്ടിരുന്നതാണ്. അവിടെ ഒരു ഗെയിം ചേഞ്ചറായി കടന്നു വന്നതാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് പൊതുവെ ഇത്തരം വേളകളിൽ ഒരു വലിയ ഗെയിം ചേഞ്ചർ എന്ന് അവകാശപ്പെടാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ ശൈലി, പ്രവർത്തകരുമായി ഇടപെടുന്ന ആ ഒരു വേഗത, അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു വേറിട്ട ശൈലി, ഇതൊക്കെയാണ് അടൂർ പ്രകാശിനെ വേറിട്ട് നിർത്തുന്നത്. കഴിഞ്ഞ തവണ എടുത്തു പറയേണ്ട ഒരു വിഷയം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. കോന്നി നിയമസഭാ മണ്ഡലത്തിലാണ് ഇത്രയും കാലം അദ്ദേഹം മത്സരിച്ചത്. അത് ഇതുവരെയും പരാജയപ്പെടാത്ത ഒരു നേതാവ് എന്നുള്ള ഒരു ഖ്യാതി കൂടി അദ്ദേഹത്തിനുണ്ട്. MP ആയി ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു പരാജയ ഭീതി കോൺഗ്രസ്സുകാർ പോലും പലയിടത്ത് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ഭയവുമില്ലാതെ ഏകദേശം 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് അന്ന് ജയിക്കാൻ സാധിച്ചു. അനിരുദ്ധൻ സമ്പത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു എത്രത്തോളം ജനകീയ മുഖമാണ്, എത്രത്തോളം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കുന്നു എന്നുള്ള കാര്യത്തിനുള്ള ഒരു തെളിവ് തന്നെയാണ്. 2019 വീണത് സമ്പത്താണ്, ചെറിയ ഒരു സ്ഥാനാർത്ഥിയല്ല സമ്പത്ത്. അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആ ഗെയിം ചേഞ്ചറിന് ഇക്കുറി എന്ത് സംഭവിക്കും? അതാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷയുള്ള ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ. എല്ലാ സർവേകളിലും അടൂർ പ്രകാശ് ജയിക്കും എന്നൊക്കെ പ്രവചിക്കുന്നത് കേട്ടു. ചുരുക്കം ചില ചാനലുകൾ വി ജോയിക്ക് അനുകൂലമായി എന്ന് പറയുന്നു. പക്ഷേ മലയാളി വാർത്ത വളരെ സത്യസന്ധമായി ആ മണ്ഡലത്തിൽ വോട്ടർമാരോട് സംവദിക്കുകയും അഭിപ്രായ സർവേ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രാഥമിക വിവരമായി ലഭിക്കുന്നത് ഒരു അഭിപ്രായ സർവേയാണ്. അന്തിമ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. LDFന് ആറ്റിങ്ങലിൽ മേൽക്കൈ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ്. ആറ്റിങ്ങലിൽ UDF 33%, LDF 34%, NDA വി മുരളീധരൻ ഒട്ടും പിന്നിലല്ല 30%. ചില മാധ്യമങ്ങളൊക്കെ വി മുരളീധരൻ ഒരുപാട് പിന്നോട്ട് പോയി പിന്നിലാണ് എന്നൊക്കെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അഭിപ്രായ സർവേ റിസൾട്ടുകൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ മലയാളി വാർത്തയുടെ ഒരു പഠനം വ്യക്തമാക്കുന്നത് വി മുരളീധരൻ അത്രയേറെ പിന്നിലല്ല. അദ്ദേഹത്തിന് പല ഘടകങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായി പറയുമ്പോൾ അടൂർ പ്രകാശിന് ഇപ്പോഴും പല മേഖലകളിലും വ്യക്തമായ ഒരു ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുന്നുണ്ട് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ. എന്നാൽ എന്തുകൊണ്ട് LDF കടന്നു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് വിജുയുടെ കാര്യം പറയുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ്, എല്ലാ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു നേതാവാണ്, മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനങ്ങൾ മുഴുവനായി അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. പല മേഖലകളിലും ഇതുവരെയും എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകളിലും മലയാളി വാർത്ത ഉൾപ്പെടെ സഞ്ചരിച്ചതാണ്. വനമേഖലകളിലടക്കം പല മേഖലകളിലായി അദ്ദേഹം പ്രചരണം നടത്തുന്നു, ജനങ്ങളുമായി ഇടപഴകുന്നു, എല്ലാവിധ ഉറപ്പും നൽകുന്നു, എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു, പഠിക്കുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഒരു മേൽക്കൈ ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഒട്ടും തന്നെ നിസ്സാരനല്ല UDFന്റെ അടൂർ പ്രകാശ്, UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ്. അദ്ദേഹവും ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രചരണ രംഗത്തുള്ളത്. അദ്ദേഹത്തിന്റെ വികസന രേഖയൊക്കെ തന്നെ അതിന് തെളിവ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു ചെറിയ തോതിൽ അദ്ദേഹം പിന്നോട്ട് പോയതായി, ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പിന്നോട്ടടിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ശോഭാ സുരേന്ദ്രൻ 2019 തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച് 2,48,081 വോട്ടുകൾ, അതായത് 24.97%, 25% വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ സമാഹരിച്ചത്. ആ വോട്ട് ഷെയറിന് ഇക്കുറി വലിയ കോട്ടം സംഭവിക്കില്ല വി മുരളീധരന്റെ കാര്യത്തിലും എന്നതാണ് മലയാളി വാർത്തയുടെ ഈ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏകദേശം 5% വോട്ടുകൾ അടൂർ പ്രകാശിന് കുറയാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ പല ഘടകങ്ങൾ വിലയിരുത്തുമ്പോൾ അടൂർ പ്രകാശും വി ജോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഏകദേശം 1% വ്യത്യാസം നമ്മുടെ അഭിപ്രായ സർവേയിലുള്ളൂ. അതിൽ വ്യത്യാസങ്ങൾ വരാം. ഒരു മത്സരം തന്നെ ആയിരിക്കും, വളരെ നേരിയ ഒരു മാർജിൻ. അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞേക്കാം. അതാണ് ആറ്റിങ്ങലിന്റെ ചിത്രം. നമുക്കിനി കൊല്ലത്തേക്കൊന്ന് ചെല്ലാം. 2019 NK പ്രേമചന്ദ്രന് 1,48,869 വോട്ടുകൾ ഭൂരിപക്ഷം നേടിയ കൊല്ലം പാർലമെന്റ് മണ്ഡലം NK പ്രേമചന്ദ്രൻ എന്ന അതുല്യ നേതാവിൻ്റെ കയ്യിൽ ഭദ്രമെന്നാണ് ഇപ്പോൾ UDF കരുതുന്നത്. എന്താണ് കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സ്? സിനിമാ നടൻ മുകേഷ് അത്ര നിസ്സാരക്കാരനല്ല. LDFന് വേണ്ടി കുറി മുകേഷ് കളത്തിലിറങ്ങി വളരെ ശക്തമായ പ്രചരണ പരിപാടികളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള താരപ്രചാരകരൊക്കെ കൊല്ലം മണ്ഡലത്തിൽ നിത്യേനയെന്നോണം സന്ദർശനങ്ങൾ നടത്തുന്നു, പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. LDF എക്കാലവും തങ്ങളുടെ ശത്രുപക്ഷത്ത് നിരത്തുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ്റെ വോട്ട് ഷെയർ ഇക്കുറി കുറയുമോ എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മിക്ക ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ NK പ്രേമചന്ദ്രൻ്റെ വിജയം തന്നെയാണ് പ്രവചിക്കുന്നത്, അത് ഉജ്ജ്വല വിജയം. മലയാളി വാർത്ത നടത്തിയ അഭിപ്രായ സർവേയിൽ കൊല്ലത്ത് ജനങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. NK പ്രേമചന്ദ്രന് 47% വോട്ടുകൾ. UDFിൻ്റെ NK പ്രേമചന്ദ്രൻ 47% വോട്ടുകളോടെ വളരെ മുൻപിട്ട് നിൽക്കുന്നു. മുകേഷ് മാധവൻ LDFിൻ്റെ മുകേഷിന് 35%. കൃഷ്ണകുമാർ സിനിമാ നടൻ, BJP നേതാവ്, ജനങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരനാണ്, ആളുകളോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടും. കൃഷ്ണകുമാറിൻ്റെ ആ ഒരു ശൈലി, പെരുമാറ്റ രീതി, അതൊക്കെ സാധാരണ യുവാക്കൾക്കൊക്കെ വലിയ ഹരമാണ്. പക്ഷേ കൃഷ്ണകുമാർ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എത്താൻ ഇത്തിരി വൈകിയോ എന്ന സംശയം പൊതുവെ BJP പ്രവർത്തകർക്ക് പോലുമുണ്ട്. അവസാന നിമിഷമാണ് കൃഷ്ണകുമാറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. കൃഷ്ണകുമാറിന് 16%. അത് NK പ്രേമചന്ദ്രന് വലിയ വിജയസാധ്യത മണ്ഡലത്തിലുള്ള വോട്ടർമാർ കൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണകുമാറിനുള്ള ഒരു വോട്ട് ഷെയർ കുറയാൻ കാരണം. അതല്ലേ നിങ്ങളുടെ വോട്ട് ഷെയർ കൂടാനുണ്ടായ ഒരു സാഹചര്യം? ഇതിനേക്കാൾ കിട്ടേണ്ടതായിരുന്നു തീർച്ചയായിട്ടും. കാര്യം പ്രേമചന്ദ്രന്റെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് പോലും നോക്കുമ്പോൾ അഭിമാന മണ്ഡലമായി നോക്കിക്കാണുന്നത് കൊല്ലം മണ്ഡലമാണ്. എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണമെന്ന ആവേശവും ആഗ്രഹവും ഒക്കെ തന്നെ LDFിനുണ്ട്. പക്ഷേ ഇക്കുറിയും 2014 ഏകദേശം 42% വോട്ട് NK പ്രേമചന്ദ്രൻ നേടിയെങ്കിൽ, ക്ഷമിക്കണം, 46.46% വോട്ട് നേടിയെങ്കിൽ തൊട്ടടുത്ത മത്സരത്തിൽ 2019 51% എത്തിക്കാനായി സാധിച്ചു. ഇക്കുറി അദ്ദേഹം അതിന് മുകളിലേക്ക് എത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഒരു താരമണ്ഡലം, സ്റ്റാർ മണ്ഡലം എന്ന ഒരു പ്രതീതി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യം എതിരാളികളായി മത്സരിക്കുന്ന രണ്ടുപേര് സിനിമാ നടന്മാരാണ്, ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ളവരാണ്. BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, LDFിന്റെയും ഒരു പ്രധാനപ്പെട്ട MLA എന്ന രീതിയിലൊക്കെ തന്നെ പ്രേമചന്ദ്രന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ LDFിന്റെ ഭാഗത്ത് നിന്നും ഒരു വെല്ലുവിളി പ്രേമചന്ദ്രൻ ഇല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചത്. ഇടത് സോഷ്യലിസ്റ്റുകളുടെ ഒരു കോട്ടയാണ് കൊല്ലം. RSP ഇപ്പോൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം. ഇക്കുറിയും പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും. പ്രേമചന്ദ്രൻ സേഫ് ആയിരിക്കും. കൊല്ലംകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കൊല്ലത്ത് പ്രേമലു തന്നെ ആയിരിക്കും. ഇപ്പോൾ ബ്രാൻഡാണല്ലോ, പ്രേമലു തന്നെ ആയിരിക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ പ്രേമചന്ദ്രൻ ലഭിക്കേണ്ടിയിരുന്ന ഒരു 4% വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP ആണ് സമാഹരിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്ന ഒന്ന്, BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10% അത് 15%ലേക്കും 15 ആണെങ്കിൽ അതിന് മുകളിലേക്കും വർദ്ധിപ്പിക്കാനാണ് BJPക്ക് സാധിക്കുന്നത്. ആറ്റിങ്ങലിലും ഒരുപക്ഷെ UDFന് വിനയാകുന്നത് അത് തന്നെയാണ്. NDA വോട്ട് ശതമാനം ഉയർത്തുന്നത് UDFനെ ബാധിക്കുന്നു. അതെ. പല മണ്ഡലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഇക്കാര്യം തന്നെയാണ്. UDFിന്റെ വിജയത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുന്നത് ഒരുപക്ഷെ NDA തന്നെയാണ്. ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് ചെല്ലാം. സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അപ്രതീക്ഷിതമായി മത്സരിക്കാനെത്തിയ മണ്ഡലം. PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന BJP പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഇത്തിരി അസഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും അനിൽ ആന്റണി അത്ര നിസ്സാരക്കാരനല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പത്തനംതിട്ടയുടെ ഒരു ജനമനസാക്ഷി. അതിലപ്പുറം ആന്റണിയെ ജനങ്ങൾ മടുത്തോ എന്ന ചോദ്യം തുടക്കം മുതൽ ശക്തമായിരുന്നു. ചിലർ പറയും ആന്റണി വലിയ ഭാഗ്യവാനാണ്,
എല്ലാ തവണയും ആന്റോ ആന്റണിക്ക് ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആന്റോ ആന്റണി എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടാറുണ്ട് എന്ന് പറയും. ആന്റോ ആന്റണി വലിയ വിശ്വാസിയാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. വിശ്വാസം ഒരു വലിയ ഘടകമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ശബരിമല വിഷയം ഏറ്റവും ശക്തമായി അലയടിച്ച കാലഘട്ടത്തിൽ പത്തനംതിട്ടയിൽ മത്സരിച്ചത് കെ സുരേന്ദ്രനാണ്. അന്ന് BJP നേടിയെടുത്ത വോട്ട് ഷെയർ BJPയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. ആ കെ സുരേന്ദ്രൻ സമാഹരിച്ച വോട്ടുകൾ അനിൽ ആന്റണിക്ക് സമാഹരിക്കാൻ കഴിയുമോ? അതിനേക്കാൾ ഒരു 10% ഉയർത്തിയാൽ വിജയത്തിൽ വളരെ എളുപ്പം, അതിനേക്കാൾ 10% വേണ്ട, ഒരു 5% ഉയർത്തിയാൽ വിജയം വളരെ പെട്ടെന്ന് കയ്യെത്തിപ്പിടിക്കാവുന്നൊരു മണ്ഡലമാണ് BJPക്ക്. അനിൽ ആന്റണിയെ അവതരിപ്പിച്ചത് BJP കാട്ടിയ ഒരു അബദ്ധമാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്ന് നിൽക്കുന്നു. അതിനിടയിലാണ് നമ്മുടെ അഭിപ്രായ സർവേ. തോമസ് ഐസക് ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴക്കാരനായ തോമസ് ഐസക് പത്തനംതിട്ടയിൽ ചെന്ന് ആദ്യം തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വലിയ പരിഹാസമുണർത്തി. പത്തനംതിട്ട ജില്ലയിലെ പൂഞ്ഞാർ സ്വദേശിയാണ് ആന്റോ ആന്റണി. മണ്ഡലം കൈവെള്ള പോലെ വളരെ വ്യക്തമായി അറിയാവുന്നയാൾ. ജനങ്ങളുമായി വളരെ 3 കാലഘട്ടത്തിലൂടെ ജനങ്ങളുമായി സംവദിച്ച ആ അനുഭവ പരിചയം, പത്തനംതിട്ടയുടെ മനസ്സ് എന്താണ് എന്ന് നമ്മുടെ അഭിപ്രായ സർവേയിൽ തെളിയുന്ന എന്താണെന്നൊന്ന് പരിശോധിക്കാം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇക്കുറി 27% വോട്ടുകൾ നേടുമെന്നാണ് അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത്. LDFന് ലഭിക്കുന്നത് 33%. LDF അത്ര നിസ്സാരക്കാരല്ല. കാരണം പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വോട്ട് ഷെയർ ഉള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക് അത്രയേറെ പിന്നിൽ പോകില്ല. എന്നാൽ ആന്റോ ആന്റണി നമ്മുടെ സർവേയിൽ 36% വോട്ട് ഷെയർ നേടുമെന്നാണ്. ആന്റോ ആന്റണിക്ക് വിജയം അവകാശപ്പെടാൻ കഴിയും. എന്താണ് പത്തനംതിട്ടയിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? ഇതിൽ പല ഘടകങ്ങളാണുള്ളത്. പ്രധാനമായും വലിയൊരു തരംഗം പത്തനംതിട്ടയിൽ ആഞ്ഞടിക്കുന്നത് ആന്റോ ആന്റണിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഒരു മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ നമുക്ക് വിഭജിച്ച് പറയാൻ കഴിയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് 1.5 പതിറ്റാണ്ട് കാലം ആന്റോ ആന്റണി തന്നെയാണ് അവിടെ എല്ലാ തരത്തിലും കൈയടക്കി വെച്ചിരുന്നത്. പക്ഷേ വോട്ട് ഷെയറിന്റെ കാര്യം നോക്കുമ്പോൾ സാമുദായിക വോട്ടിൽ കേരളത്തിൽ തന്നെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ക്രിസ്തീയ വോട്ട് കൂടുതലായി പറയപ്പെടുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഏകദേശം 40% മുകളിലുണ്ട്. അതുപോലെ തന്നെ പക്ഷേ 2019 44,000 വോട്ട് മാത്രമേ ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം സമ്മാനിച്ചുള്ളൂ പറയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ പറയേണ്ടത് അതുപോലെ തന്നെ സാമുദായിക വോട്ട്, ഹിന്ദു വോട്ടുകൾ ഏകദേശം 40% മുകളിലുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം നോക്കുമ്പോൾ ശബരിമല വിഷയം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സ്കോർ ചെയ്യാൻ BJPക്ക് ഒരു തരത്തിൽ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഏകദേശം 2014 15% വോട്ട് ഷെയർ അവർക്ക് 28.97 എത്തിക്കാൻ സാധിച്ചു. അത് വലിയൊരു വിജയമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. നിലവിൽ ആ വോട്ടുകൾ അതുപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന, ദേശീയ നേതൃത്വം കരുതിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത്. ഒപ്പം തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആദ്യം നേതാക്കൾ തമ്മിലുള്ള ഒരു തമ്മിലടി, അങ്ങനെയുള്ള നമ്മൾ പത്തനംതിട്ടയുടെ സർവേ എടുക്കാൻ പോയ സമയത്ത് തന്നെയായിരുന്നു ആ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പശ്ചാത്തലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആന്റോ ആന്റണിക്ക് എതിരായിട്ടുള്ളൊരു വികാരം ഒരു ഭാഗത്ത് തലയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും BJP ക്യാമ്പുകളിൽ നന്നായി അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അവർ. തീർച്ചയായിട്ടും കാര്യം MP കിട്ടാനില്ല, കാണാനില്ല, ഇങ്ങനെയുള്ള പരാതികൾ എല്ലാ മണ്ഡലങ്ങളിലും പറയുന്നത് പോലെ പലതരത്തിലുള്ള പരാതികൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആന്റോ ആന്റണിക്ക് തന്നെയാണ് ഇവിടെ സാധ്യത നിലവിൽ കൽപ്പിക്കപ്പെടുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ 37% നിന്നും 1% വോട്ട് ഷെയർ കുറയാനുള്ള ഒരു സാധ്യത പത്തനംതിട്ടയിൽ കാണുന്നുണ്ട്. ആന്റോ ആന്റണിക്ക് 3,80,927 വോട്ടാണ് 2019 ലഭിച്ചത്. വീണ ജോർജ് അന്ന് 3,36,684 വോട്ട് ശേഖരിക്കും. 32%, 32.83%. ആ ഒരു ശതമാനക്കണക്കിൽ LDFന് വലിയ കോട്ടം തട്ടുന്നില്ല. 32.80, 33% നമ്മുടെ അഭിപ്രായം. മറ്റൊരു വിഷയം കൂടി അത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2019 UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ കൽപ്പിച്ചു വെച്ചു. അങ്ങനെ ഒരു അനുകൂല ഘടകം UDFനുണ്ടായിരുന്നു. മറുഭാഗത്ത് LDFന്റേത് രണ്ടാം തുടർഭരണം എത്തിയ ഒരു സാഹചര്യത്തിൽ അത് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ അവർക്ക് കെ സുരേന്ദ്രൻ അന്ന് 29% വോട്ട് ഷെയർ ആയിരുന്നു. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന CPMന്റെ വോട്ട് അതുപോലെ നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നൊരു പരാജയ ഭീതി തന്നെയാണ്
അല്ല, പക്ഷേ CPM-ന്റെ വോട്ട് നമ്മുടെ അനുമാനത്തിൽ നമ്മുടെ അഭിപ്രായ സർവേ വെച്ച് നോക്കുമ്പോൾ 33% ഇക്കുറി നമ്മൾ ഇതിൽ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയത് 32.80%. അധികമായി വരുന്നത് അത് കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടി എവിടെ എന്നുള്ളൊരു ചോദ്യം. അതെ അതെ അതെ. അപ്പൊ കുറച്ച് വോട്ട് CPM-ന്റെ കുറയാനുള്ള സാധ്യതയുണ്ട്. CPM വോട്ടുകൾ കുറഞ്ഞ് പകരം കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ഞങ്ങൾ കണ്ടത്. അഭിപ്രായ സർവേ മാത്രമാണിത്. ജനങ്ങളുടെ ഒരു ആത്യന്തിക വിലയിരുത്തലല്ല. അഭിപ്രായ സർവേ ഫലങ്ങൾ എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞു വരാം. ഇനിയും പല ഘടകങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും പല രീതിയിൽ പ്രതിഫലിക്കാനിടയുണ്ട്. ഇതൊരു അഭിപ്രായ സർവേ മാത്രമാണ്. നന്ദി, നമസ്കാരം.